പതിനെട്ടാമത് ഓസ്കാർ അവാർഡുകൾ പ്രഖ്യാപിച്ചു. ബോളിവുഡിലെ ഡോൾബി തിയേറ്ററിലാണ് ചടങ്ങുകൾ നടന്നത്. മികച്ച സഹനടിക്കുള്ള പുരസ്കാരമാണ് ഓസ്കാർ വേദിയിൽ ആദ്യം പ്രഖ്യാപിച്ചത്. വെപ്പൺസ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മുതിർന്ന നടി എമി മാഡിഗൺ മികച്ച സഹനടിയായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഡിന്നേഴ്സിലൂടെ മികച്ച ഛായാഗ്രഹണത്തിനുള്ള പുരസ്കാരം സ്വന്തമാക്കി ഓട്ടം ദുറാൾട്ട് ആർക്കപ്പോ. ഛായാഗ്രഹണത്തിന് ഓസ്കാർ നേടുന്ന ആദ്യ വനിതയാണ് ഓട്ടം ദുറാൾട്ട് ആർക്കപ്പോ. K-pop ഡീമൺ ഹണ്ടേഴ്സാണ് മികച്ച ആനിമേഷൻ ചിത്രം. 24 വിഭാഗങ്ങളിലായാണ് പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് ചൂടിൽ കേരളം. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച പ്രചരണം സജീവമാക്കി മുന്നണികൾ. കേരളത്തിൽ ഏപ്രിൽ 9 വോട്ടെടുപ്പും മെയ് 4 വോട്ടെണ്ണലും നടക്കും. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഓഫീസർ ഇന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചിട്ടുണ്ട്. സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച CPM-ഉം CPI-യും പ്രചരണം തുടങ്ങി. കോൺഗ്രസിന്റെ ആദ്യ സ്ഥാനാർത്ഥി പട്ടിക ഇന്ന് പുറത്തുവിട്ടേക്കും. വൈകിട്ട് 4 തെരഞ്ഞെടുപ്പ് സമിതി ചേർന്ന് പട്ടികയ്ക്ക് അംഗീകാരം നൽകും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി മണ്ഡലത്തിൽ നഗരസഭാ കൗൺസിലർ അഡ്വക്കേറ്റ് ബിജു എസ് ചിറയത്ത് LDF സ്ഥാനാർത്ഥിയാകും. കോൺഗ്രസ് കൗൺസിലറായ ബിജു ഇത്തവണ വലിയ ഭൂരിപക്ഷത്തിലാണ് വിജയിച്ച് കൗൺസിലെത്തിയത്. ബിജുവിനെ പാർട്ടിയിലെത്തിച്ച സ്ഥാനാർത്ഥിയാക്കാനാണ് കോൺഗ്രസ് എമ്മിന്റെ ശ്രമം. ഇന്ന് സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായേക്കും. പശ്ചിമേഷ്യയിൽ യുദ്ധം രൂക്ഷമാകുന്നതിനിടെ സുപ്രധാനമായ ഹോർമൂസ് കടലിടുക്ക് കടന്ന് രണ്ടാമത്തെ ക്രൂഡ് ഓയിൽ ടാങ്കറും മുംബൈയിലെത്തി. ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ 1.35 ലക്ഷം മെട്രിക് ടൺ ക്രൂഡ് ഓയിലും വഹിച്ചുകൊണ്ടുള്ള ലൈബീരിയൻ പതാക വഹിക്കുന്ന ശ്രിമണി എന്ന കപ്പലാണ് മുംബൈയിലെത്തിയത്. സൗദി അറേബ്യയിലെ റാസ് തനൂറയിൽ നിന്നാണ് ഈ കപ്പൽ യാത്ര തിരിച്ചത്. തിങ്കളാഴ്ചയോടെ കപ്പലിലെ എണ്ണ മാഹൂലിലെ HPCL റിഫൈനറിലേക്ക് മാറ്റി തുടങ്ങും. കിളിമാനൂരിൽ ബൈക്ക് ഓടയിൽ വീണുണ്ടായ അപകടത്തിൽ സഹോദരങ്ങളായ യുവാക്കൾക്ക് ദാരുണാന്ത്യം. പുല്ലയിൽ സ്വദേശികളായ അഭിഷേക് എന്നിവരാണ് മരിച്ചത്. ബൈക്ക് റോഡിൽ തെന്നി വീണാണ് അപകടമുണ്ടായത്. വിദ്യാർത്ഥിയായ അഭിജിത്തിനെ കൊണ്ടുവിടാൻ ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രക്കിടെ രാവിലെ 6:30 അപകടം. വീടിന് സമീപത്ത് വെച്ച് തന്നെയാണ് അപകടമുണ്ടായത്.